തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വാർത്തകൾ: ഒബ്ജക്റ്റീവ് പരീക്ഷ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് പരീക്ഷാ കേന്ദ്രത്തിൽ ഉദ്യോഗാർത്ഥികൾ അവർക്ക് അനുവദിച്ച ഇരിപ്പിടത്തിൽ ഹാജരാകുക. അഡ്മിഷൻ ടിക്കറ്റ്, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, നീല, കറുപ്പ് മഷിയിലുള്ള ബോൾ പെയിന്റ് പേന, റൈറ്റിംഗ് ബോർഡ് എന്നിവ മാത്രമേ പരീക്ഷാ ഹാളിൽ കൊണ്ടുവരാവൂ. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഉപയോഗിച്ച് മൂല്യനിർണ്ണയം ചെയ്യുന്നതിനുള്ള ഉത്തരക്കടലാസുകളാണ് പരീക്ഷയ്ക്ക് നൽകുന്നത്. ഉത്തരക്കടലാസോ ചോദ്യപുസ്തകമോ ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ അച്ചടി വൈകല്യം ഉള്ളതാണെങ്കിൽ മാത്രം പുതിയ OMR ഷീറ്റ് ചോദ്യപുസ്തകം നൽകും. ഉത്തരക്കടലാസ് ദ്വാരങ്ങൾ വീഴ്ത്താതെ, നനയാതെ, വൃത്തിഹീനമാകാതെ സൂക്ഷിക്കുക. OMR ഷീറ്റിന്റെ മറുപുറത്തെ നിർദ്ദേശങ്ങൾ വായിക്കുക. ഉത്തരക്കടലാസിന്റെ മധ്യഭാഗത്തായുള്ള ബാർകോഡിൽ അടയാളങ്ങൾ വീഴ്ത്തരുത്. മറിച്ചായാൽ ഉത്തരക്കടലാസ് അസാധുവാകും. ഉത്തരക്കടലാസിന്റെ ഒരു ഭാഗം പാർട്ട് എ രജിസ്റ്റർ നമ്പർ, ജനനത്തീയതി, തസ്തികയുടെ പേര്, പരീക്ഷാ തീയതി എന്നിവയും ഇതര ഭാഗം പാർട്ട് ബി ഉത്തരങ്ങളും രേഖപ്പെടുത്തുന്നതിനുള്ളതാണ്. പാർട്ട് എയിൽ രജിസ്റ്റർ നമ്പർ കോളത്തിലെ ചതുരക്കലത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുകയും ബന്ധപ്പെട്ട കുമിളകൾ മാത്രം പൂർണ്ണമായും കറുപ്പിക്കുകയും ചെയ്യുക. ഒന്നിലധികം തസ്തികകൾക്കുള്ള പൊതുപരീക്ഷയ്ക്ക് ലഭിക്കുന്ന ഉത്തരക്കടലാസിന്റെ പാർട്ട് എയിൽ വെവ്വേറെ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പർ കോളങ്ങളിൽ ഓരോ തസ്തികയ്ക്കുമുള്ള നിങ്ങളുടെ രജിസ്റ്റർ നമ്പറുകൾ മേൽ പറഞ്ഞതുപോലെ എഴുതുകയും കറുപ്പിക്കുകയും ചെയ്യുക. രജിസ്റ്റർ നമ്പർ അടയാളപ്പെടുത്തുന്നതിൽ തെറ്റുവരുത്തിയാൽ ഉത്തരക്കടലാസ് അസാധുവാക്കും. OMR ഷീറ്റ് മാറ്റി നൽകുന്നതല്ല. നിങ്ങളുടെ ജനനത്തീയതി പാർട്ട് എയിൽ അതിനായുള്ള കോളത്തിലെ ചതുരക്കലത്തിൽ എഴുതുകയും അത് അടയാളപ്പെടുത്താനുള്ള കുമിളകൾ ഉള്ള പക്ഷം ശരിയായ കുമിളകൾ കറുപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് നൽകുന്ന ചോദ്യപുസ്തകത്തിലെ അക്ഷരക്കോഡ്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് ABCD നിങ്ങൾക്കുള്ള ഇരിപ്പിടത്തിൽ രജിസ്റ്റർ നമ്പറിനൊപ്പം കാണിച്ചിരിക്കും. പാർട്ട് ബിയിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആൽഫ കോഡ് എന്ന കോളത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ചോദ്യപുസ്തകത്തിലെ അക്ഷരകോഡ് അച്ചടിച്ചിട്ടുള്ള കുമിള മാത്രം പൂർണ്ണമായും കറുപ്പിക്കുക. ആൽഫ കോഡ് കുമിള കറുപ്പിക്കാതിരിക്കുകയോ അപൂർണമായി കറുപ്പിക്കുകയോ ആയാൽ ഉത്തരക്കടലാസ് അസാധുവാക്കും. പിഴവുകൾക്ക് ഉത്തരവാദി നിങ്ങൾ മാത്രമായിരിക്കും. പാർട്ട് ബിയിൽ ഓരോ ചോദ്യത്തിന്റെയും ഉത്തരത്തിനുള്ള കുമിള മാത്രം പൂർണ്ണമായി കറുപ്പിക്കുക. ഉദാഹരണം, ഉത്തരം C ആണെങ്കിൽ C എന്ന കോളത്തിൽ പൂർണ്ണമായും കുമിള കറുപ്പിക്കുക. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതം ലഭിക്കും. ഒരു തെറ്റിന് 1/3 മാർക്ക് വീതം കുറവ് ചെയ്യും. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ അടയാളപ്പെടുത്തുന്നതും ഒരിക്കൽ അടയാളപ്പെടുത്തിയ ഉത്തരങ്ങൾ തിരുത്തുന്നതും നെഗറ്റീവ് മാർക്ക് ലഭിക്കുന്നതിന് ഇടയാക്കും. ഉത്തരം കണ്ടുപിടിക്കുന്നതിനായി കണക്കുകൂട്ടലുകളോ കുറിപ്പുകളോ എഴുതണമെങ്കിൽ ചോദ്യപുസ്തകത്തിന്റെ അവസാനമുള്ള വെള്ളക്കടലാസ് ഉപയോഗിക്കുക. ഉത്തരക്കടലാസിൽ ആകരുത്. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും പരീക്ഷാ സമയം കഴിഞ്ഞു മാത്രമേ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തു പോകാൻ അനുവാദമുള്ളൂ. പരീക്ഷ എഴുതുന്നതിനുള്ള സമയം കഴിയുമ്പോൾ മാത്രം ഉത്തരക്കടലാസ് പാർട്ട് എയും പാർട്ട് ബിയുമായി നിശ്ചിത സ്ഥാനത്ത് കൂടി കീറി 2 ഭാഗങ്ങളും അസിസ്റ്റന്റ് സൂപ്രണ്ടിനെ ഏൽപ്പിക്കുക. അല്ലെങ്കിൽ ഉത്തരക്കടലാസ് അസാധുവാക്കും. മുകളിൽ 8, 11, 13 ഇനങ്ങളിലെ നിർദ്ദേശങ്ങൾ പാലിച്ചുള്ള OMR ഷീറ്റിന്റെ ഒരു മാതൃക ഇവിടെ നൽകിയിരിക്കുന്നു. അത് കാണുക. ഇതാണ് ചോദ്യ പേപ്പറിൽ ഉത്തരക്കടലാസിന്റെ മാതൃക. ഈ ഭാഗം A പാർട്ട്, രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ഇവിടെ കാറ്റഗറി നമ്പർ ഏതാണ് അപേക്ഷ അയച്ചിരിക്കുന്നത് ആ തസ്തികയുടെ പേരും കാറ്റഗറി നമ്പറും കൊടുക്കുക. പരീക്ഷാ തീയതി കൊടുക്കുക. ഈ ബാർകോഡിന്റെ മിഡിലിൽ കൂടെ ഇട്ടിട്ടുള്ള ഡോട്ട് ലൈനിലൂടെ
വേർതിരിക്കുക. എ പാർട്ടും ബി പാർട്ടും വേർതിരിക്കുക. പാർട്ട് ബിയിൽ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നൽകുവാനുള്ള കുമിളകൾ കൊടുത്തിരിക്കുന്നു. ഉത്തരങ്ങൾ കറക്റ്റായി പൂർണ്ണമായും കുമിളകൾ കറുപ്പിക്കുക. ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.